അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് മിർസ असदुल्ला ഖാൻ ഗാലിബിനെ ഒന്ന് പരിചയപ്പെടാം. ഗാലിബ് ആഗ്ര में पैदा हुई. ഗാലിബ് ജനിക്കുന്നത് ആഗ്രയിലാണ്. दादा बाप और फिर चाचा की मौत के बाद उनके नाना ने उनकी परवरिश की. തൻ്റെ വല്യുപ്പ, പിതാവ്, അതുപോലെ എളാപ്പ അവരുടെ മരണത്തിന് ശേഷം തൻ്റെ ഉമ്മയുടെ ഉപ്പയാണ് അവരെ പരിപാലിച്ചത്. 13 साल की उम्र में गालिब की शादी दिल्ली के एक मुअज़्ज़ज़ ख़ानदान में हो गई. തൻ്റെ 13-ാം വയസ്സിൽ ഡൽഹിയിലെ ഒരു വളരെ പ്രധാനിയായ ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം കല്യാണം കഴിച്ചു. ഷാദി കെ കുച്ച് ഉർസെ ബാദ് വോ ദില്ലി ആകെ. കല്യാണത്തിൻ്റെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവർ ഡൽഹിയിലേക്ക് വരികയും അവർ ആഖിരി ദം തക് യഹി രഹെ, അവസാന സമയം വരെ ഡൽഹിയിൽ തന്നെ നിലകൊള്ളുകയും ചെയ്തു. ഗാലിബ് ഉറുദു കെ അസീം ഷായർ थे. വളരെ പ്രധാനിയായ, വളരെ മഹോന്നതനായ ഒരു കവിയായിട്ടാണ് ഗാലിബിനെ ഉറുദു ലോകം, സാഹിത്യ ലോകം അംഗീകരിക്കുന്നത്. ഉൻഹോനെ പെഹ്ലെ അസദ്, അദ്ദേഹം ആദ്യം അസദ് എന്നും और बाद में ഗാലിബ് തഖല്ലുസ് ഇഖ്തിയാർ കിയ, പിന്നീട് അദ്ദേഹത്തിന് ഗാലിബ് എന്ന പെൻനെയിമും അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി. और इसी तखल्लुस से मशहूर हुए. ഇതേ പെൻനെയിമിലാണ്, ഇതേ തൂലിക നാമത്തിലാണ് അദ്ദേഹം പ്രസിദ്ധനാകുന്നത്. ഉറുദു के साथ साथ फ़ारसी शायरी में भी ഗാലിബ് का മർത്തബ बहुत बुलंद है. ഉറുദുവിൻ്റെ കൂടെ തന്നെ ഫാർസിയിലെ കവിതയിലും അദ്ദേഹത്തിൻ്റെ നില വളരെ ഉയർന്നതാണ്. ഉൻക ഉറുദു കലാം ഉൻകെ ഫാർസി കലാം സെ ബഹുത് കം ഹെ. എന്നാൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഉറുദുവിലുള്ള വരികൾ ഫാർസിയിലുള്ളതിനേക്കാൾ എത്രയോ കുറവാണ്. ഗാലിബ് കെ ഷായരി കെ ബാരെ മേ ദോ ബാത്തേ മഷ്ഹൂർ ഹെ. ഗാലിബിൻ്റെ കവിതയെക്കുറിച്ച് 2 കാര്യങ്ങൾ വളരെ പ്രസിദ്ധമാണ്. ഏതൊക്കെയാണത്? ഏക് തോ യെ കെ വോ ഫൽസഫി ഷായർ थे. അദ്ദേഹം ഒരു ഫിലോസഫർ, ഒരു തത്വചിന്ത, ഒരു കവി വിത്ത് തത്വചിന്ത, രണ്ടും കൂടെ ഉൾപ്പെട്ടവനായിരുന്നു. ഒരു പോയറ്റിക് ഫിലോസഫർ ആയിരുന്നു. ഓർ ദൂസരി, രണ്ടാമത്തെ കാര്യം എന്താണ്? യേ കെ ഉൻക കലാം ബഹുത് മുഷ്കിൽ ഹെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിലാക്കിയെടുക്കാൻ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഒരൊറ്റ വായനയിൽ അതിൻ്റെ ബാഹ്യാർത്ഥങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടി വരും. പിന്നെ ഗാലിബ് की शायरी इसमें इस मायने में फ़लसफ़ियाना है. ഗാലിബിൻ്റെ കവിതകൾ ഈ ഒരു അർത്ഥത്തിൽ വളരെ ഫിലോസഫിക്കലാണ് എന്ന് നമുക്ക് പറയാം. कि उनके कलाम में ज़िंदगी और कायनात की बहुत सी नाजुक और बारीक बातों की तरफ इशारे मिलते हैं. തൻ്റെ കവിതയിൽ ജീവിതത്തിൻ്റെയും പ്രപഞ്ചത്തിനെയും കുറിച്ചുള്ള ധാരാളം വളരെ നേരിയതായിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്കും തൻ്റെ കവിതയിലൂടെ അദ്ദേഹം സൂചനകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വരികൾ വളരെ കോംപ്ലക്സായി തീരും. പി സൊയ്യെ, ഈ കാര്യം വളരെ ശരിയാണ്. കെ ഗാലിബ് കെ കലാം മേ ഫിക്കർ കാ ഉൻസുർ സിയാദ ഹെ. ഗാലിബിൻ്റെ കലാമിൽ ചിന്തയുടെ അതിൻ്റെ മൂലകങ്ങൾ, അഥവാ കൂടുതൽ ചിന്തകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയത്. അല്ലെങ്കിൽ കൂടുതൽ ചിന്തിക്കേണ്ടി വരും അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിലാക്കാൻ എന്നും നമുക്ക് പറയാൻ സാധിക്കും. ഉൻകി ഷായരി ഹമേ നെയ് നെയ് ദുനിയാവോ കി സേർ കറാത്തി ഹെ. തൻ്റെ കവിതകൾ നമ്മെ പുതിയ പുതിയ ലോകങ്ങളിലേക്ക് നമ്മെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്നു. ജിന്ദഗി കാ കോയി മർഹല ഐസാ ന ഹോഗ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടവും ഇത്തരത്തിലുണ്ടാകുകയില്ല ജിസ് पर हम उनके किसी न किसी शायर के ज़रिए इजहार राय न कर सकें. ജീവിതത്തിൻ്റെ ഒരു ഘട്ടങ്ങളും ഗാലിബിൻ്റേതായ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കപ്പെടാത്ത ഒരു ഘട്ടങ്ങളും ജീവിതത്തിൽ നാം കഴിഞ്ഞു പോയിട്ടുണ്ടാവുകയില്ല എന്നത് ഒരു വാസ്തവമാണ്. ഗാലിബിനെ കസീദ, റുബായി, ഖിതാഅത്ത് വഗൈറ ഭി കഹെ. ഇതെല്ലാം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ലേക്കിൻ റുബായി, ഖിതാഅത്ത്, ഖസീദ ഇവകളിലെല്ലാം തൻ്റെ കവിതകളുണ്ട്.
लेकिन गज़ल गो के अलावा कसीदा गो के हैसियत से भी उनका മർത്തബ ബഹുത് ബുലന്ദ് ഹെ. ഗസൽ പാടുന്ന കവി എന്നതിന് പുറമെ കസീദ പാടുന്ന കവി എന്ന രീതിയിലും തൻ്റെ പ്രസിദ്ധി വളരെ ഉയർന്നിട്ടുണ്ട്. ഖുതൂത് നിഗാരി में भी ഗാലിബ് ने बड़ी शुहरत हासिल की. അദ്ദേഹം കത്തെഴുത്ത് എന്ന മേഖലയിലും അദ്ദേഹത്തിന് ഖുതൂത് നിഗാരി എന്ന മേഖലയിലും തനിക്ക് വളരെ പ്രസിദ്ധി നേടിയിട്ടുണ്ട്. ഉൻകെ ഉറുദു ഖുതൂത്ത് കെ ദോ മജ്മുഅ, തൻ്റെ ഉറുദു ഖുതൂത്തുകളുടെ 2 സമാഹാരങ്ങൾ ഉറുദുവെ മഅല്ല, ഔദെ ഹിന്ദി ബഹുത് മാറൂഫ് ഹെ, ഇതെല്ലാം വളരെ സുപ്രസിദ്ധമാകുന്നു. ഗസൽ ഇബ്നെ മറിയം ഹുവാ കരേ കോയി, इब्न मरियम हुआ करे कोई, मेरे दुख की दवा करे कोई, बक रहा हूँ जुनून में क्या, बक रहा हूँ जुनून में क्या क्या कुछ न समझे खुदा करे कोई, बात पर वहाँ ज़ुबां कड़ती है वो कहीं और सुना करे कोई, कौन है जो नहीं है हाजत बद, किसकी हाजत रवा करे कोई, जब तवक्को ही उठ गई गालिब क्यों किसी का गिला करे कोई. തുടങ്ങണം. ഇബ്നെ മറിയം ഹുവാ കരേ കോയി. ഇബ്നെ മറിയം എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്നെ മറിയം ഹുവാ കരേ കോയി, ആരെങ്കിലും ഈസാ നബിയായിട്ട് നിലകൊള്ളുമോ? ഈസാ നബിയായിട്ട് ആരെങ്കിലും നിൽക്കുമോ? ഈസാ നബിയായിട്ട് ആരെങ്കിലും ചമഞ്ഞു നിൽക്കുമോ? എന്തിന്? മെരി ദുഃഖി ദവാ കരേ കോയി, എൻ്റെ ദുഃഖങ്ങൾക്ക് ആരെങ്കിലും മരുന്ന് നൽകുമോ? എൻ്റെ ദുഃഖങ്ങൾക്ക് ആരെങ്കിലും മരുന്ന് നൽകുമോ? ഈസാ നബി അലൈഹി ഇസ്ലാം എല്ലാവിധ മാറാ രോഗങ്ങൾക്കും മരുന്ന് നൽകിയ ഒരാളാണല്ലോ. അപ്പം ആരെങ്കിലും ഈസാ നബിയായി നിൽക്കുമോ? ഈസാ നബിയായി ചമയുമോ? എൻ്റെ ദുഃഖങ്ങൾക്ക് ആരെങ്കിലും മരുന്ന് നൽകുമോ? ബക് രഹാ ഹും ജുനൂൻ മേ ക്യാ ക്യാ കുച്ച്, ഞാൻ എൻ്റെ ഈ ഭ്രാന്തിൽ, ഞാൻ ഏതോ ഒരു ഭ്രാന്തനായ അവസ്ഥയിൽ എന്തൊക്കെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബക് രഹാ ഹും, ഞാൻ അർത്ഥമില്ലാത്ത എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുച്ച് ന സംജേ, ഒന്നും മനസ്സിലാകുന്നില്ല. ഖുദാ കരേ കോയി, ദൈവം തുണക്കട്ടെ, ദൈവം കാക്കട്ടെ. ബാത് പർ വാ ജുബാൻ കടത്തി ഹെ, എൻ്റെ സംസാരത്തിൽ ഇവിടെ, ബാത് പർ വാ വഹാ, ബാത് പർ വാ ജുബാൻ കടത്തി ഹെ, എൻ്റെ സംസാരത്തിൽ ഇവിടെ എൻ്റെ നാവ് മുറിഞ്ഞു പോവുകയാണ്. എൻ്റെ സംസാരം, ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. വോ കഹി ഓർ സുനാ കരേ കോയി, എനിക്ക് സംസാരിക്കുമ്പോൾ എൻ്റെ നാവുകൾ ഇടറുകയാണ്. എന്തോ കാരണമെന്നറിയില്ല, എൻ്റെ നാവുകൾ ഇടറിക്കൊണ്ടിരിക്കുന്നു. കുച്ച് വോ കഹി ഓർ സുനാ കരേ കോയി, അത് എൻ്റെ ഇടറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഇടറുന്ന ശബ്ദങ്ങൾ ഓർ സുനാ കരേ കോയി, മറ്റാരെങ്കിലും കേൾക്കുമോ? എൻ്റെ ഇടറുന്ന ശബ്ദങ്ങൾ ആർക്കെങ്കിലും കേൾക്കാൻ സാധിക്കുമോ? കോൻ ഹെ ജോ നഹി ഹെ ഹാജത്ത് മന്ത്, ആരാണ് ആവശ്യക്കാരല്ലാത്തവരായിട്ട്? ഈ ലോകത്ത് ആവശ്യക്കാരല്ലാത്തവരായിട്ട് ആരാണുള്ളത്? കിസ്കി ഹാജത്ത് റവാ കരേ കോയി കിസ്കി ഹാജത്ത് റവാ കരേ, ആർക്കെങ്കിലും ആരുടെയെങ്കിലൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ സാധിക്കുന്നവരുണ്ടോ? ഈ ലോകത്ത് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ജബ് തവക്കോ ഹി ഉഡ് ഗയി ഗാലിബ്, പ്രതീക്ഷ തന്നെ അറ്റുപോയ സമയത്ത്, പ്രതീക്ഷ തന്നെ ഉയർന്നു പോയ സമയത്ത്, ഇനി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത്, ഗാലിബേ ക്യൂം കിസി കാ ഗിലാ കരേ കോയി, എന്തിനാണ് ആരെയോ ഗിലാ കരേ കോയി ആക്ഷേപിക്കുന്നത്, അവരുടെ ശിക്വ ചെയ്യുന്നത്, അവരുടെ പരാതി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരോട് ആരുടെയോ പരാതി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ പ്രതീക്ഷയില്ലാത്ത ലോകത്ത് മറ്റുള്ളവരെ കുറ്റം പറയണോ, മറ്റുള്ളവരെ കുറിച്ച് പരാതി പറയേണ്ടതുണ്ടോ എന്ന് കവി പറയുകയാണ്. ഗില എന്ന് പറഞ്ഞാൽ ശിക്കുവ എന്നാണ് അർത്ഥം. गौर करने की बात ये गज़ल सहल मुमतने की बेहतरीन मिसाल है. मतलब में शायर ने इब्ने मरियम की तलमीह का इस्तेमाल किया है. ഇവിടെ മത്ലയിൽ ഒരു തൽമീഹ് ഉപയോഗിച്ചതായിട്ട് കാണാം. കിസി മസ്ഹബി യാ താരീഖി വാഖിയ की तरफ इशारा करने को तलमीह कहते हैं. ഒരു ചരിത്രപരമായ അല്ലെങ്കിൽ മതകീയമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സംഭവത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് ഉപയോഗിക്കുന്ന വാക്കിനാണ് തൽമീഹ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഓക്കെ, ഇബ്നു മറിയം ഹസ്രത്ത് ഈസ അലൈഹി ഇസ്ലാം की കുഞ്ഞിയത്ത് है, അവരുടെ കുഞ്ഞത്താണ്. ഗാലിബ് ने इस शेर में शोख अंदाज इख्तियार करते हुए ഒരു വികൃതി, ഒരു നർമ്മം എന്നുദ്ദേശിച്ചാണ് അവിടെ ഷോഖ് എന്നുള്ളത്. ആ ഒരു ശൈലിയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈസാ അലി ഇസ്ലാം കി തറ കോയി മേരെ ദുഃഖിക്ക് ദവാക്കാരൻ, ഈസാ നബി അലി ഇസ്ലാമിൻ്റെ പോലെ ആരെങ്കിലും എൻ്റെ ദുഃഖത്തിന് മരുന്ന് നൽകുന്നവരാരെങ്കിലും ഉണ്ടോ എന്നാണ് ആ വരിയിലൂടെ പറയുന്നത്. ഇബ്നു മറിയം ഹസ്രത്ത് ഈസാ അലി ഇസ്ലാം കി കുഞ്ഞത്ത് ഉസ് നാം കോ കഹത്തെ हैं. എന്താണ് കുഞ്ഞത്ത് എന്ന് പറഞ്ഞാൽ എനിക്കറിയണമാണ്. ജോ ബാപ്പ് യാ മാ കെ താല്ലുക് സെ ബോലാ ജാത്താ ഹെ, ഉമ്മയോടോ ഉപ്പയോടോ ചേർത്ത് വിളിക്കുന്ന പേരുകളാണ് കുഞ്ഞത്ത് എന്ന് വിളിക്കുന്നത്. മറിയം ഹസ്രത്ത് ഈസാ അലി ഇസ്ലാം കി മാ കാ നാം ഹെ. ഈസാ അലി ഇസ്ലാമിൻ്റെ ഉമ്മയുടെ പേരാണ് മറിയം. നിങ്ങളോട് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. അള്ളാഹ് ने हज़रत ईसा अलैहि इस्लाम को यह मुअ्जिज़ा दिया था. അള്ളാഹു ഈസാ അലൈഹി ഇസ്ലാമിന് ഇത്തരത്തിലുള്ളൊരു മുഅ്ജിസത്ത് നൽകിയിരുന്നു. ഓക്കെ, वो ജാ ബൾബ് मरीज़ पर दम करके उसको तंदुरुस्त और कुम बिइज़्निल्लाह उठ अल्लाह के हुक्म से कहकर മർദെ കോ ജിന്ദ കർ ദേത്തെ. അവർ മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ജീവൻ പോകാനായ അല്ലെങ്കിൽ പറ്റേ അവശരായ രോഗികൾക്ക് കുമ്പിയിരുന്നില്ല എന്നോ അല്ലെങ്കിൽ നല്ല മന്ത്രങ്ങൾ ഊതി കൊടുത്തുകൊണ്ട് നല്ല ശക്തി, തന്ത്രുസ്, നല്ല ആവതുള്ളവനാക്കി തീർക്കുമായിരുന്നു. ഗാലിബ് ने इसी ഖുസൂസിയത്ത് की तरफ ഇഷാറ കിയാ ഹെ. ഈ ഒരു പ്രത്യേകതയിലേക്കാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. കോൻ ഹെ ജോ നഹി ഹെ ഹാജത്ത് മന്ദ് എന്നുള്ള ആ വരി അത് പറഞ്ഞിട്ട് കെഹ്കർ ഗാലിബിനെ ജാഹിർ കിയാ ഹെ. ഇത് പറയുന്നതിലൂടെ ഗാലിബ് എന്താണ് പ്രകടമാക്കിയിരിക്കുന്നത്? ഹർ ഏക്ക് ഹാജത്ത് മന്ദ് ഹെ, എല്ലാവരും എന്താണ് ആവശ്യക്കാരാണ് എന്ന ഒരു വാസ്തവമാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി ചോദ്യോത്തരങ്ങളാണ്. 3 ചോദ്യോത്തരങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരം കണ്ടെത്തണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.